പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ പറയാൻ ശ്രമിക്കുന്നത് എ സ്പെഷ്യൽ ലൈഫ് വിത്ത് എ സ്പെഷ്യൽ കിഡാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള എഡോ മാർട്ടാണ്. തൊട്ടടുത്തായത് കാരണം ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്ന ആളുകളാണ്. കൊച്ചിന് വളരെയധികം ഇഷ്ടമാണ് ഇവിടെ. നിറയെ കളിപ്പാട്ടങ്ങളും പ്രത്യേകിച്ച് കാറുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് കൊച്ചിന് എപ്പോഴും ഇങ്ങോട്ട് വരാൻ വളരെയധികം ഇഷ്ടമാണ്. വാഹനങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ പഠിക്കുന്നത് ഇവിടുന്നാണ്. അവനോട് ഓരോ വാഹനങ്ങളുടെ പേര് പറയുമ്പോൾ അതിൻ്റെ ടോയ്സ് അവൻ കറക്റ്റായിട്ട് തിരഞ്ഞെടുക്കും. വളരെയധികം സന്തോഷമായിട്ട് അവൻ സാധാരണ കുട്ടികളുടെ പോലെ ഓടി നടക്കുന്നുണ്ട്. പക്ഷേ ഒരു വർഷം മുന്നേ ഒന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇത് ഗ്രാജുവലി ഇങ്ങനെ ആയതാണ് കേട്ടോ. ഓട്ടോ, ഇതിൽ ഓട്ടോ ഇട ഓട്ടോ ഓട്ടോ കാണിച്ച ഓട്ടോ 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 ഓട്ടോറിക്ഷ ഉണ്ടോ ഇതിലേതാ? ഓട്ടോ എടുക്ക് ഓട്ടോ. യെസ്, ഓട്ടോ. വേറെ ഏതാ? ട്രക്ക് ഉണ്ടോ? ട്രക്ക്, ഈ സെയിം ട്രക്ക് കൊച്ചുനുണ്ട്. ഇതിലേതാ? ട്രാക്ടർ എടുത്തോ. ട്രാക്ടർ നോക്ക്. ഹായ്, അത് ട്രാക്ടർ. കറക്റ്റ്, അതിന് ട്രാക്ടർ എടുത്തോ. കണ്ടില്ലേ, ഈ സമയങ്ങളിലെല്ലാം അവൻ വളരെയധികം സന്തോഷവാനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഓരോ വാഹനങ്ങളും അവൻ മനസ്സിലാക്കി തന്നെ ഓരോന്നും തിരഞ്ഞെടുക്കുകയും അവന് വാങ്ങാൻ പറ്റില്ല എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ അവനത് തിരിച്ചു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഓട്ടോ വീട്ടിലുള്ളത് കാരണം, ഇനി വേണ്ടാന്ന് പറഞ്ഞത് കാരണം ഞാൻ അവിടെ വെക്കാൻ പറഞ്ഞു. അപ്പോൾ അതും അവിടെ വെച്ചു. അവിടെ ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അവിടെ അവൻ്റെ ഷൂ മറന്നു വെച്ചത് കാരണം എവിടെ നിൻ്റെ ഷൂ എന്ന് ചോദിച്ചപ്പം അത് ഓർത്ത് പോയി അതെടുക്കുകയാണ്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിന് ശേഷം ഞങ്ങളൊരു തുണിക്കടയിലേക്ക് പോയി. അവന് തുണിക്കട ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കരമായിട്ട് അവന് ബുദ്ധിമുട്ട് കാണിച്ചു. അപ്പോൾ ഈ ബുദ്ധിമുട്ട് കാണിക്കുന്നത് ഈ തുണിക്കട ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ കരുതിയത്. മാത്രമല്ല അവിടെ നല്ല ചൂടും ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും എന്ന് കരുതി. പക്ഷെ തുണിക്കടയിലും അവനെ കൊണ്ട് എനിക്ക് പോവണമല്ലോ, അത് കാരണം അത് ശീലമാവാൻ വേണ്ടിയിട്ട് ഞാൻ നിർബന്ധിച്ച് അവനവിടെ നിർത്തിച്ചു. പക്ഷെ അവൻ തൊണ്ടയിലെല്ലാം പിടിച്ചിട്ട് വളരെയധികം അഗ്രസീവ്നെസ് കാണിക്കുന്നു. അവൻ ബഹളം വെക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ അവനെ മനസ്സിലാക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ അവൻ്റെ വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചു. എനിക്ക് ഒട്ടും മനസ്സിലാക്കുന്നില്ല അവനെ എന്ന് കാണുമ്പോൾ അവൻ ചെയ്യുന്ന പണിയാണ് അവൻ്റെ ഡ്രസ്സിൽ മൂത്രമൊഴിക്കുക എന്നുള്ളത്. 1-2 തവണ അവനങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവിടുന്ന് എനിക്ക് പോരേണ്ടി വന്നു. ഞാൻ പുറത്തിറങ്ങി അവനെയും കൊണ്ട്. പക്ഷെ അവൻ പുറത്തുള്ള ഒരു ഷോപ്പിലേക്ക് ഓടി ചെന്ന് കയറി ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് 10 രൂപയുടെ ഒരു ബോട്ടിൽ വെള്ളം മുഴുവൻ അവനെടുത്ത് കുടിച്ചു. അപ്പോൾ അവൻ അത്രയും ബഹളം വെച്ചത് അവൻ അത്രയും ദാഹിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള സ്വഭാവത്തിലുള്ള നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തെങ്കിലും സ്വഭാവമാറ്റം കാണിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ അവർക്ക് ഉണ്ടാവും. അവരെ കൂടെ തന്നെ നിൽക്കുന്ന നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കണം. അത് മനസ്സിലാക്കി നമ്മളത് പ്രവർത്തിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം, അവർക്ക് കൊടുക്കണം. എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധമായിരുന്നു അത്. ഞാൻ അവനെ മനസ്സിലാക്കിയില്ല. അവന് ദാഹിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ദാഹം മാറിക്കഴിഞ്ഞപ്പോൾ കൊച്ചു ശാന്തനായെന്ന് മാത്രമല്ല, അവൻ ചെയ്ത തെറ്റിന് അവന് കുറ്റബോധം തോന്നുകയും ചെയ്തു. നമ്മളെ ഈ മക്കൾ കൂടെ അവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവണം. അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നില്ല എങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മാർഗം ഇവർക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നിർബന്ധം തന്നെയാണ്. നമുക്ക് മാത്രമല്ല വേറെ ആളുകൾക്കും മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മാർഗം ഇവർക്ക് പ്രകടിപ്പിക്കാൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കൽ അത്യാവശ്യം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഓരോ അനുഭവങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും നമസ്കാരം.